വളരുന്നവനെ എപ്പോഴും തളർത്താൻ നോക്കും. തളർത്താൻ നോക്കുമ്പോൾ നമ്മൾ അതിന് വഴിപ്പെട്ട് നിൽക്കരുത്. നമ്മൾ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് അതിനെ തടയണം. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇതിൻ്റെ ഈ കളത്തിൽ നെല്ല് കൂട്ടാനും മഴ വരുമ്പോൾ കൂട്ടാനും പിന്നെ ചാക്കിൽ നിറയ്ക്കാനും പിന്നെ മില്ലിൽ കുത്തണ മില്ലിൽ പോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നെല്ലിൻ്റെ അരിയുടെയും മണം അങ്ങോട്ട് വീശി. ഇപ്പം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങോട്ട് പഠിത്തം അങ്ങോട്ട് വിട്ടുപോയി. മാറ്റങ്ങളെ ഉൾക്കൊണ്ടില്ലെങ്കിൽ ബിസിനസ് വിജയിക്കില്ല. മാറ്റങ്ങൾക്ക് എല്ലാം നമ്മൾ തയ്യാറാവണം. കേരളത്തിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ നല്ല സാഹചര്യമാണ്, നല്ല സന്ദർഭമാണ്. ഒരു വ്യവസായിയെ കാണുന്നത് ഒരു ഭൂക്ഷ, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ അടിച്ചു മാറ്റുന്നു, പാവങ്ങളെ പിഴിയുന്നു, തൊഴിലാളികളെ ഞെരുക്കുന്നു. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സക്സസ് സ്റ്റോറിയിൽ സക്സസ് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പവിഴം റൈസിൻ്റെ ചെയർമാനായിട്ടുള്ള ജോർജ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സാർ നമസ്കാരം. ശരിക്കും ഞാൻ എടുത്ത് ചോദിക്കണം, കാരണം പവിഴത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ളതല്ല, നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് എൻ്റെ ഫാദർ മരിച്ചുപോയ NV പാപ്പച്ചൻ അവர்களാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതേതാണ്ട് 1963-62 കാലഘട്ടത്തിൽ കാളവണ്ടിയിൽ ഈ വീടുകളിൽ പോയി കർഷകരുടെ നെല്ല് ചാക്കിൽ നിറച്ച് മേടിച്ച്, ഒരു കാളവണ്ടി നെല്ലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 25 ചാക്കിനും 30 ചാക്കിനും ഇടയ്ക്ക് നിറച്ച് കാളവണ്ടി സ്വന്തമായിട്ട് അന്നുണ്ട്. ആ കാളവണ്ടിയിൽ നെല്ല് ഈ മലയാറ്റൂർ, നെയ്ലീശ്വരം, അങ്കമാലി, കാലി, പെരുമ്പാവൂർ പ്രദേശങ്ങളിലെ അന്നത്തെ കർഷകരുടെ നെല്ല് നേരിട്ട് പോയി മേടിച്ച് ഈ അന്ന് ഉള്ള റൈസ് മില്ലുകൾ എന്ന് പറഞ്ഞാൽ കാലടിയിൽ, അതുപോലെ തന്നെ ഈ ഓണംപള്ളി ഭാഗത്ത്, ഇങ്ങനെ പല സ്ഥലത്തും ചെറിയ മില്ലുകൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ കളം സിമെന്റ് കളത്തിൽ ഉണക്കിയിട്ട് അവിടെ ചെറിയ മില്ലുണ്ടാവും, കുത്തണ മില്ലുകൾ, വലിയ മില്ലല്ല, ഒരു 30 ചാക്ക് 40 ചാക്ക് അരി പണിയണ മില്ല്. അവിടെ കാളവണ്ടിയിൽ എൻ്റെ ഫാദർ നെല്ല് വാങ്ങിച്ചു കൊണ്ടുവന്ന് വിൽപ്പനയായിരുന്നു തുടക്ക കാലഘട്ടം. 63 എന്ന് പറയുമ്പോൾ ഞാൻ 56-ലാണ് ജനിച്ചത്. അപ്പോൾ 63 പറഞ്ഞാൽ എനിക്ക് 6 വയസ്സ്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് കാണുന്നത്. കാളവണ്ടിയും ഈ നെല്ല് കച്ചവടക്കാരനായിട്ടാണ് ഫാദർ NV പാപ്പച്ചൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 67 വരെ നെല്ല് കച്ചവടമായിട്ട് പോയി. 63 to 67 വരെ. 67 കഴിഞ്ഞ് അന്ന് എൻ്റെ ഫാദറിന് തോന്നി ഇനിയൊരു കാര്യം കളയാം, ഈ നെല്ല് നമുക്ക് തന്നെ ഒരു മില്ലിട്ടിട്ട് സ്വന്തമായി പുഴുങ്ങി ഉണങ്ങി കഴിഞ്ഞാൽ അതിലും കൂടുതൽ ലാഭം കിട്ടുമല്ലോ എന്ന് അന്നാളിൽ അദ്ദേഹം ചിന്തിച്ചു. അതായത് ഈ നെല്ല് കൊണ്ടുവന്ന് വിൽക്കണേലും ലാഭമാണല്ലോ. നമ്മൾ പുഴുങ്ങി ഉണക്കി അന്ന് മില്ല് സെപ്പറേറ്റ്, ആ മില്ല് കൊണ്ടുപോയി കുത്തിക്കണ കുത്തുകൂലി കൊടുത്താൽ മതി. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ കളവും ഒരു വീപ്പയൊക്കെ മേടിച്ച് ഒരു 10 ചാക്ക് അരി ഉണ്ടാക്കണ ഒരു മില്ല് വീട്ടിലിട്ടു. 68-67 കാലഘട്ടത്തിൽ. അങ്ങനെ അന്നൊക്കെ റോഡൊന്നുമില്ല. ഈ നെല്ല് ഒരു കിലോമീറ്റർ ലോറിയിലാണല്ലോ നെല്ല് കൊണ്ടിരുന്നത്. ലോറിയിൽ നെല്ല് അല്ലെങ്കിൽ കാളവണ്ടിയിലോ ചെറിയ വണ്ടിയൊന്നും വന്ന വഴിയല്ല. ഈ ബണ്ടേക്കടെ നടന്ന് ഈ ആളുകൾ ചുവന്നുകൊണ്ടിരും നെല്ല്, പച്ചല്. എന്നിട്ട് കളത്തിലിട്ട് പുഴുങ്ങി ഉണങ്ങിയതിന് ശേഷം വീണ്ടും അത് നിറച്ച് വീണ്ടും 1 കിലോമീറ്റർ അപ്പുറം കൊണ്ടുവന്ന് മില്ലിൽ കൊണ്ടുവന്ന് കുത്തിക്കും. അങ്ങനെ ഒരു ഏതാണ്ട് 72 വരെ, 67 to 72, 73 വരെ അങ്ങനെ അങ്ങോട്ട് പോകും. അതിന് ശേഷം 73 ഫാദർ പിന്നെ കുറച്ച് ബിസിനസ്, പിന്നെയും കുറച്ച് വേറൊരു മില്ല് കൂടെ വാടകയ്ക്ക് എടുത്തു, അവിടെ ചെയ്തു. 75 ഒക്കൽ കഴിഞ്ഞ് വല്ലത്തിൻ്റെ അപ്പുറത്ത് ചേലാമറ്റം എന്ന് പറഞ്ഞ ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ 35 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു റൈസ് മില്ല് സ്വന്തമായിട്ട് ഒരു വലിയ റൈസ് മില്ല്, അന്ന് 35 ചാക്ക് അരി പണിയുന്ന ഒരു റൈസ് മില്ല്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഏതാണ്ട് 75 എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ SLC ഒക്കെ കഴിഞ്ഞു. ഞാൻ SLC കഴിഞ്ഞു. അപ്പോൾ എന്നോട് മില്ലിലൊക്കെ പോകാൻ പറയും. അനിയൻ ജോസ് മരിച്ചുപോയി, എന്നാലും അദ്ദേഹം മില്ലിലേക്ക് ഈ പഠിക്കണ, അദ്ദേഹം ഒരു 4 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മില്ലിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ അനിയൻ പാർട്ട്ണർ, ഇപ്പോഴത്തെ ഏറ്റവും ഇളയ അനിയൻ, അവനും പഠിക്കാറുന്നു. പക്ഷേ ഞാനും രണ്ടാമത്തെ അനിയനും ഈ 75 ആയപ്പോഴത്തേക്കും മില്ലിലേക്ക് വന്നു. ഞാനും എൻ്റെ ഫാദർ കൂടെ കൂടി ബിസിനസ്, ഞങ്ങൾ 3 പേരും ഫാമിലി ബിസിനസ് അന്ന് ആരംഭിച്ചതാണ്. ഞാനും കൂടെ കൂടി രംഗത്ത് വന്നത് ഏതാണ്ട് 74-75 കാലഘട്ടത്തിൽ. SLC 75 കഴിഞ്ഞു. അപ്പോൾ എന്നോട് അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോൻ, പഠിക്കാൻ പോക്കോ, ഞാനിത് ഇങ്ങനെ സൈഡായിട്ട് ചെയ്തോളാം, മോൻ പഠിച്ചൊരു വലിയ ആളാവണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് എന്നെ ഭാരത് ഈ കാലടിയിലെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി. ഈ SLCക്ക് തോറ്റുപോയി. അത് കാരണം ട്യൂഷൻ പഠിച്ച് അടുത്ത പ്രീ ഡിഗ്രിക്ക് മോൻ ചേർക്കാനാന്ന് പറഞ്ഞു. പക്ഷേ എന്തിനു പറയണു, ഞാൻ അവിടെ ചെന്ന് ഈ ഉഴപ്പിയൊക്കെ നടന്ന് പഠിച്ചില്ല. പിന്നെ പഠിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യും, വലിയ കാര്യങ്ങളൊക്കെ നോക്ക്, കണക്കൊക്കെ എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ കണക്കെഴുത്തും
പിന്നെ നെല്ല് നോക്കൽ, അരി പുഴുകിക്കൽ, അവിടുത്തെ അങ്ങനെ മില്ലിലെ കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിച്ച് നടക്കും. പിന്നെ ഞങ്ങൾക്കൊരു മില്ല് അപ്പൻ വാടകയ്ക്ക് എടുത്തു തന്നു, എനിക്കൊരു മില്ല് വാടകയ്ക്ക് എടുത്തു തന്നു, എൻ്റെ അനിയനൊരു മില്ല് വാടകയ്ക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ സ്വന്തം മില്ല് അപ്പൻ നടത്തുന്നു, ഞാൻ ഒരു മില്ല് വാടകയ്ക്ക് എടുത്തുന്നു, അപ്പനൊരു മില്ല് വാടകയ്ക്ക് എടുത്തുന്നു, പിന്നെ ഞാനായിട്ട് പിന്നെ ഒരു മില്ല് പിന്നെയും വാടകയ്ക്ക് എടുത്തു, പിന്നെ അനിയൻ പിന്നെ ഒരു മില്ല് വാടകയ്ക്ക് എടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ കൂട്ടായിട്ട് ഒരു 4-5 റൈസ് മില്ല് നടത്താം. ഞങ്ങൾ എന്നിട്ട് ബിസിനസ്സൊക്കെ തിരിച്ച് നോക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. കൊല്ലം മാർക്കറ്റിലേക്ക് 77 തൊട്ട് അരി കയറ്റി അയക്കും. കൊല്ലം മാർക്കറ്റിൽ നമ്മൾ അന്ന് ബ്രാൻഡ് ഇല്ല, അന്ന് അരി കുത്തരി അരി എന്ന് മാത്രമേ പറയൂ, പേരുള്ളൂ. അനിയൻ വേറെ സ്വന്തം മില്ല് നടത്തുകയും ഞാൻ വല്ലത്തൊരു മില്ല് വാടകയ്ക്ക് എടുത്തു. പൈസയൊന്നും ഉണ്ടായില്ല, എന്നാൽ അന്നൊരു 24 പണം പലിശയ്ക്കും 36 പണം പലിശയ്ക്കൊക്കെ പലിശയ്ക്ക് കാശ് മേടിച്ച് പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിൽ നിന്നും ലോണൊന്നും വന്ന് കിട്ടുന്ന കാലഘട്ടമല്ല. പിന്നെ അങ്ങനെ ലോണൊക്കെ ഇങ്ങനെയൊക്കെ മേടിച്ച് അല്ലത്ത് തന്നെ 3 റൈസ് മില്ല് വാടകയ്ക്ക് എടുത്തു. അത് കഴിഞ്ഞ് ഇളയനിയൻ ആൻ്റണി അല്ലപ്ര കണ്ടന്തറ വരുമ്പോൾ അവരൊരു 3 എണ്ണം, ഞാൻ 4 എണ്ണം, 7 മില്ല് വാടകയ്ക്ക് നിർത്തി. 1977 മുതൽ 87-88 വരെ 10 കൊല്ലം 6-7 സ്ഥലത്ത് 8-10 സ്ഥലത്ത് മില്ല് വാടകയ്ക്ക് എടുത്ത് നടത്തി. വാടകയ്ക്ക് എടുത്ത് 5-8 മില്ല് വാടകയ്ക്ക് നടത്തി. അത്യാവശ്യം നല്ല ബിസിനസ് നടത്തി. അന്നും ഒരു 75 കിലോത്തിൻ്റെ ഒരു 250 ചാക്ക് അരി ഞങ്ങൾ 3 പേരും കൂടിയും പണിയുന്നു. അതായത് ഇന്നത്തെ ഒരു മോഡേൺ റൈസ് മില്ലിലെ നെല്ലിൻ്റെ അരിയിൽ കൂടുതൽ അരി അന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നു. 1980 തൊട്ട് അല്ലെങ്കിൽ 78 തൊട്ട് ഏതാണ്ട് 88 വരെ. അങ്ങനെ കർഷകരിൽ നിന്ന് എടുത്തിട്ട് തന്നെയായിരുന്നു? അല്ലല്ല, അത് നമ്മൾ കാലടിയിൽ ലോറിയിൽ നെല്ല് കച്ചവടക്കാർ മലപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ജില്ലകളിൽ നിന്നൊക്കെ വരും. അവിടെ അവരുടെ നിന്ന് ഹോൾസെയിലിൽ ലോറിക്ക് നെല്ല് മേടിക്കാറും. ആ കാലഘട്ടം കാളവണ്ടി കാലഘട്ടം ഒരു 75 തീർന്നു പോയി. പിന്നെ ലോറിയിലായി നെല്ല്. പിന്നെ അത് കുറച്ചുകൂടി വലുതായി. 88 വരെ പിന്നെ ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ആയി. കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ ഒരു മോഡേൺ റൈസ് മില്ല്, ഫാദറല്ല എൻ്റെ ഇപ്പോഴത്തെ പാർട്ണർ ഇളയ അനിയൻ, ഞങ്ങൾ 2 പേരാണ് ബിസിനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ഈ പവിഴം റൈസ് എന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ അനിയൻ ആൻ്റണിയും ഞാനും, ഞങ്ങളുടെ മക്കളും ആൻ്റണിയുടെ മക്കളും ആണ് ഇതിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ അദ്ദേഹം ഒരു മില്ല്, മോഡേൺ റൈസ് മില്ലിനെ കുറിച്ച് +2 കഴിഞ്ഞപ്പോൾ ഒരു മോഡേൺ റൈസ് മില്ലിനെ കുറിച്ച് ചിന്തിക്കുകയും ഒരു റൈസ് മില്ല് മോഡേൺ ഇടാൻ ആഗ്രഹിച്ചു. ഒരു പഴയ മോഡേൺ റൈസ് മില്ല് പാലക്കാട് വിക്കാൻഡെന്ന് പറഞ്ഞ ആ മില്ല് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് മേടിച്ച് ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത്, ആ മില്ലാണ് ഈ പഴയ റൈസ് മില്ലാണ് 88 കഴിഞ്ഞ് പിന്നെ ഒരു 90 ആയപ്പോഴത്തേക്ക് ഒരു 5 ഏക്കർ സ്ഥലം ഫാദറായിട്ട് വാങ്ങിച്ചു. അത് കൃഷി ആവശ്യത്തിന് മേടിച്ചാണ്. പിന്നീട് ഒരു കളം മില്ല് പണിയാൻ വേണ്ടി മേടിച്ചത്. അപ്പോഴത്തേക്കും പിന്നെ ഈ മോഡേൺ റൈസ് മില്ലിൻ്റെ ഉപകരണങ്ങൾ കിട്ടാൻ അവിടെ അത് സ്ഥാപിച്ചു. അങ്ങനെയാണ് ആ സ്ഥാപനം 93-ൽ മോഡേൺ റൈസ് മില്ല് 88 മുതൽ 93 വരെ ആ 5 ഏക്കറിൻ്റെ സ്ഥാനത്ത് 75 ഏക്കർ സ്ഥലമുണ്ട് അവിടെ. അങ്ങനെ അവിടെയാണ് കംപ്ലീറ്റ് നമ്മളുടെ ഈ പവിഴം അരിയും മറ്റു ഉൽപ്പന്നങ്ങളും എല്ലാം പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് അവിടെയാണ് വരുന്നത്. അവിടെയാണ് കംപ്ലീറ്റ്. 1993 മുതൽ ഈ സമയം വരെ 24 hours ദുഃഖവെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പ്രവർത്തന സജ്ജമാണ്. ഇപ്പം എപ്പോഴാണ് നമ്മൾ ഈ അരി കുത്തരി എന്നുള്ള ബ്രാൻഡിൽ നിന്ന് പവിഴം എന്നുള്ളൊരു ബ്രാൻഡിലോട്ട്? പവിഴം എന്ന് ബ്രാൻഡ് വന്നത് 93 മെയ് 25 3 മണിക്ക് ഉദ്ഘാടനം ചെയ്തപ്പോൾ പവിഴം ബ്രാൻഡിൽ അന്ന് അരി ഇറക്കി ചാക്കിൻ്റെ അകത്ത് ആക്കി. അന്നാണ് ഈ ബ്രാൻഡ് ജനിച്ചു വീഴുന്നത്. എങ്ങനെയാണ് ആ പേര് പവിഴം എന്നുള്ളൊരു പേരിൽ? പവിഴം എന്ന പേര് ഒരു ദിവസം ഞാനും ആൻ്റണിയും ഈ കമ്പനി പണിയുന്ന സമയത്ത് ലേലം വിളിച്ചുകൊടുന്ന് പണിത് മിഷനറിയൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അനിയൻ പറഞ്ഞു നമുക്ക് ഒരു പേരിടണം, അതിനെന്താ ഒരു മാർഗം ഒന്ന് ആരായാന്ന് പറഞ്ഞു. അപ്പോൾ ആൻ്റണി പറഞ്ഞു, അന്ന് ഈ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്ന സമയമാണ് കമ്പനിയുടെ. അപ്പോൾ ആൻ്റണി തന്നെ പറഞ്ഞു പവിഴം എന്ന് പേരിട്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പവിഴം എന്നുള്ളത് നെല്ലിൻ്റെ പേരല്ലേ, അത് ശരിയാവുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെയാണ് ഇടാം, പവിഴം എന്ന് പേരിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടിയാണ് ആ പവിഴത്തിന് പേരിട്ടത്.
അങ്ങനെ ഒരു പേര് വായിൽ വന്നത് അനിയനാണ്. അനിയനാണ്. ഓക്കെ ഓക്കെ. അത് എന്നാൽ ശരി, അത് മതിയെന്നും പറഞ്ഞു. അതെ, അത് ഇത്ര വലിയൊരു ബ്രാൻഡായിട്ട് മാറുകയും ചെയ്തു. ഒരിക്കലും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ലോകം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായില്ല. പിന്നെ ആ ബ്രാൻഡ് ലോകം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറി. ഇന്നൊരു 80ഓളം പ്രൊഡക്റ്റുകൾ പവിഴം ബ്രാൻഡിൽ ലോകമൊട്ടുക്ക് വിൽപ്പനയുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിലും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീ ഡിഗ്രിക്ക് കൊണ്ട് ചേർക്കുന്ന സമയത്തും പഠനം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ളതിൽ എങ്ങനെയാണ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പത്തിലേ തൊട്ടേ ഈ ബിസിനസ്സിൽ നിന്ന കാരണം എന്നെ ഈ നെല്ല് പുഴുങ്ങാനും ഉണക്കാനും ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇതിൻ്റെ ഈ കളത്തിൽ നെല്ല് കൂട്ടാനും മഴ വരുമ്പോൾ കൂട്ടാനും പിന്നെ ചാക്കിൽ നിറയ്ക്കാനും പിന്നെ കുത്തണ മില്ലിൽ പോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നെല്ലിൻ്റെ അരിയുടെയും മണം അങ്ങോട്ട് വീശി. ഇപ്പം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങോട്ട് പഠിത്തം അങ്ങോട്ട് വിട്ടുപോയി. പിന്നെ ഒരു ഉഴപ്പനായിരുന്നു ഞാൻ. അങ്ങനെയും പറ്റിപ്പോയി. അല്ല, ഉഴപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മേഖലയോട് ഇഷ്ടമില്ലെങ്കിലും മറ്റൊരു മേഖലയോട് ഇഷ്ടമുണ്ട്. ഇഷ്ടം എന്താണെന്ന് അറിയില്ല, എന്നെ പഠിപ്പിക്കാൻ വിട്ടതാണ്, പക്ഷെ പഠിച്ചില്ലേ. പക്ഷെ എങ്ങനെയാ ബിസിനസ്സിൽ അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ്? കാരണം നമ്മൾ പഠിക്കുന്നത് ഡെഫിനറ്റ്ലി ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സക്സസ് മന്ത്രം ഓൾറെഡി നമുക്കിങ്ങനെ, അതായത് നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇതുമായിട്ട് ഇങ്ങനെ ഒരു ഇണങ്ങി ചേർന്ന് നിൽക്കണ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അതിലങ്ങോട്ട് പിന്നെ ഞങ്ങളെ ഈ 7, 8ലൊക്കെ പഠിക്കുമ്പോൾ പൈസ മേടിക്കാൻ വേണ്ടി കണ്ണൂർ, കാസർഗോഡ്, നീലീശ്വരം സ്ഥലങ്ങളിലൊക്കെ ക്യാഷ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അയക്കണം. എൻ്റെ അനിയനെ എന്നെയൊക്കെ അയക്കണം. അരി കൊടുത്തിട്ട് പൈസ മേടിച്ചുകൊണ്ടിരാൻ ട്രെയിനിലാണ് പോണേ. ഇവിടെ നിന്ന് ആലുവയിൽ നിന്ന് ട്രെയിൻ കയറും, അല്ലെങ്കിൽ അങ്കവാലിയിൽ നിന്ന് ട്രെയിൻ കയറും, ഇത് കാസർഗോഡ് ചെല്ലും. അവിടെ ചെന്ന് കാസർഗോഡ് കടയിൽ നിന്ന് പൈസ മേടിച്ച് തിരിച്ച് പിറ്റേ ദിവസം വരും. 2 ദിവസത്തെ യാത്രയാണ്. അന്നൊന്നും ഈ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു 80ലെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. 80ലൊക്കെ അല്ല, എന്നാലും അന്ന് 80 പറയുമ്പോഴും നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ പുതിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രായം അതാണ്. അപ്പം നമ്മളുടെ ഫാദർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തത്തിലോട്ട് ഏൽപ്പിക്കുന്നത്. ഫാദറായിട്ട് ഈ ബിസിനസ് എല്ലാവരും മക്കളെ പഠിപ്പിച്ചു. അതെ, ആൻ്റണീനെയും എന്നെയും മരിച്ചുപോയ അനിയൻ ജോസിനെയും. അനിയനും മോഡേൺ റൈസ് മില്ലുണ്ടായി. അനിയനെ ഇടയ്ക്ക് മരിച്ചുപോയതാണ്. അല്ല, ഫാദർ തന്ന ഏറ്റവും ബെസ്റ്റ് ഉപദേശം എന്തായിരിക്കും? അല്ലെങ്കിൽ ഇങ്ങനെ വേണം? പുള്ളിക്ക് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായി. ഒരു നല്ല ബിസിനസ്മാൻ ആവണം, പൈസ ഉണ്ടാക്കണം, അറിയപ്പെടുന്ന ആളാവണം. പിന്നെ അരിയിൽ തന്നെ അദ്ദേഹത്തിന് ആ കാലത്ത് തന്നെ നല്ലൊരു വിഷൻ ഉണ്ടായി. ഒരു റൈസ് മില്ല് സ്വന്തമായിട്ട് ഇടണം എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു വിഷൻ പുള്ളിക്ക് ഉള്ളതുകൊണ്ടാണ് അത് നടന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ദൈവം അത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹമാണ് ഈ മോഡേൺ മില്ല് സ്റ്റാർട്ട് ചെയ്തത്, ഞങ്ങളല്ല. അവിടെ നിന്ന് പണിയിപ്പിക്കുകയും പണിയൊക്കെ ചെയ്തത്. മോഡേൺ മില്ല് ഉദ്ഘാടനത്തിൻ്റെ 3 മാസം മുന്നാണ് അദ്ദേഹം മരിക്കുന്നത്. വണ്ടി ആക്സിഡൻറ്റിൽ ഈ താന്നിപ്പുഴ പള്ളിയുടെ ഫ്രണ്ടിൽ കാലത്ത് കുർബാന കാണാൻ വന്നപ്പോൾ പുള്ളി ആക്സിഡൻറ്റിൽ മരിച്ച. മില്ല് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യണ 90 ദിവസം മുന്നേ മരിച്ചത്. പുള്ളി മരിച്ചു കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞപ്പോൾ മില്ല് ഉദ്ഘാടനം ചെയ്തു. കാരണം അന്ന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് 10, 30, 15, 20 കോടി രൂപ മുടക്കി വെച്ചേക്കാല്ലേ. ഇപ്പോൾ ഫാദർ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എല്ലാം പ്രയാസമായിരുന്നു. എന്നാലും പിന്നെ അതൊക്കെ ദൈവം കണ്ടു. പിന്നെ അന്നത്തെ 93 അന്നത്തെ കേരളത്തിലെ മധ്യ കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക്ഡ് പാർബോയിൽഡ് ബോയിലർ വെച്ചുകൊണ്ടുള്ള ഒരു ആദ്യത്തെ റൈസ് മില്ലാണ് മധ്യ കേരളത്തിലെ ബോയിലർ വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ പാർബോയിൽഡ് മോഡേൺ റൈസ് മില്ലായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. ആ പവിഴം ബ്രാൻഡിൻ്റെ തുടക്കം അങ്ങനെയാണ്. അല്ല, പവിഴം ബ്രാൻഡ് എടുത്തു നോക്കുമ്പോൾ തന്നെ നമ്പർ 1 എന്ന് പറയുന്ന പൊസിഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യത്തേതാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഏത് കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് എത്തുന്നു എന്നുള്ളൊരു പോസിറ്റീവ്. ഏത് കാര്യത്തിലും നമ്മൾ മോഡറൈസേഷനും ടെക്നോളജിയും എല്ലാ വിധത്തിലുള്ള ടെക്നോളജിയും മോഡറൈസേഷനും കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ച് വരുത്താനും കാലഘട്ടത്തിൻ്റെ രീതിക്കും സാഹചര്യങ്ങൾക്കും സന്ദർഭത്തിനും അനുസരിച്ച് ഞങ്ങളുടെ ബിസിനസ് മാറ്റം വരുത്തും. അപ്ഡേറ്റ് ചെയ്ത് പോകും. അങ്ങനെ പോകും. അപ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു സപ്പോർട്ട്? കാരണം ന്യൂ ജനറേഷൻ ഇപ്പം നിങ്ങളുടെ തന്നെ നെക്സ്റ്റ് ജനറേഷനിലോട്ട് വന്നു, അവരെങ്ങനെയൊക്കെയാണ്? കാരണം അവർക്ക് എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്? അവർക്ക് അവരെല്ലാം ഇപ്പോൾ ബിസിനസ്സിൽ ഫുള്ളായിട്ട് രംഗത്തുണ്ട്. അവരാണ് ഇപ്പോൾ ഈ ബിസിനസ് മൊത്തം കൊണ്ടുപോകുന്നത്. ഞാൻ ഏതാണ്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞു. അതായത് ഇപ്പോൾ റിട്ടയർ ആവണം, ബിസിനസ്സിൽ നിന്ന് മാറണം എന്നൊക്കെ തോന്നണ്ടെങ്കിലും നമ്മൾ മാറി നിൽക്കാൻ മക്കൾ സമ്മതിക്കില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു 67 വയസ്സ് കഴിഞ്ഞു.
ഒരു 3 കൊല്ലം കഴിയുമ്പോൾ എന്തായാലും മാറിയേ പറ്റൂ. അപ്പോഴത്തേക്കും ഒരു ബിസിനസ് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് ഇപ്പോൾ ആണ് ഒന്നും കൂടെ ഒന്ന് പ്രൊഫഷണലിസം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ട് ഒരു 70 വയസ്സാകുമ്പോഴത്തേക്കും ഒരു 3 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ ഒരു നമ്മളവിടെ നിന്ന് മാറിയാലും തടസ്സമില്ലാത്ത വിധത്തിൽ അത് കൊണ്ടുപോകണം. ഞാനും അനിയനും ആൻ്റണി ഇല്ലെങ്കിലും ഇവർക്കത് ഈസി ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു മെത്തേഡുകളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതിനും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പം നമുക്ക് ആയിരത്തിലധികം സ്റ്റാഫുകൾ നമുക്ക് 1000-ലധികം അല്ലേ 1000-ന്റെ അടുത്ത് സ്ഥിരമായിട്ട് ജോലി. നമുക്ക് 1000-നടുത്ത് സ്റ്റാഫുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് സ്റ്റാഫ് മാനേജ്മെന്റ്? കാരണം 1000 ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആളുകളെ മാനേജ് ചെയ്യുക, സ്വാഭാവികമായിട്ടും മാനേജേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പക്ക സിസ്റ്റം ഉണ്ട്. HR മാനേജർ, പർച്ചേസിങ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പിന്നെ അതിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ, ഫിനാൻസ് മാനേജർ, അങ്ങനെ അതിൻ്റെ ഓരോ സെക്ടറിലും കൂടി പല സെക്ടറുകളായിട്ട് തിരിച്ച് ചുരുക്കി പറഞ്ഞാൽ ഒരു 50 പേർക്കൊരു ലീഡർ ഉണ്ടാവും. അപ്പോൾ 20 HODമാരുണ്ടാവും, അതായത് ഹെഡിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ടാവും. അവരുടെ കീഴിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നടക്കേണ്ടത് ഒരു തടസ്സമില്ല. ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു തെറ്റ് നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയോ തീരുമാനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂർ വെച്ച് തീരുമാനങ്ങളാണ്. അവിടെ പിന്നെ ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയില്ല. ഓരോ മണിക്കൂറിലും തീരുമാനങ്ങൾ എടുത്തിരിക്കും. അല്ലാണ്ട് അടുത്ത ആഴ്ച ആവട്ടെ പിറ്റേ ദിവസം ആവട്ടെ അങ്ങനെ ഇതില്ല. സഡൻ ആക്ഷനാണ്. മാറ്റം വരണം എന്ന് വിചാരിച്ച മൊമെന്റിൽ അത് ഒരു ഇന്നിപ്പോൾ ഈ 12 മണിക്ക് എടുക്കേണ്ട തീരുമാനം 2 മണി ആവില്ല. ഉറച്ച തീരുമാനമാണ്, കട്ടൻട്രിയാണ്, ഒരു മാറ്റമില്ല. അതാണ് അതിൻ്റെ യാതൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ആയാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എലമെന്റ് എന്താണ്? കാരണം അരി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഭക്ഷണമാണ്. അന്നം എന്ന് പറയുന്നതിനേക്കാളും വലുതായിട്ട് മറ്റൊന്നും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു എലമെൻ്റ് ആയിട്ട് വരുന്നത്? ഇതൊരു സേവന പ്രവൃത്തി കൂടിയാണ്. രാജ്യത്തിൻ്റെ ലോകം മുഴുവനും മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ നമ്മുടെ അരി ഉപയോഗിക്കേണ്ടത്, നമ്മുടെ കുത്തരി, പ്രത്യേകിച്ച് നമ്മുടെ കുത്തരി, മട്ടയരി. അത് ഈ രാജ്യത്തിൻ്റെ അതായത് ലോകത്തിലെ മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ മട്ടേരി എത്തിക്കുക എന്നതാണ് പവിഴത്തിൻ്റെ MDയും ചെയർമാനും ലക്ഷ്യം. ലോക മലയാളി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങൾ, സ്റ്റേറ്റുകൾ, കേരളത്തിൻ്റെ കാസർഗോഡ് പാഠശാല വരെയുള്ള ഓരോ പഞ്ചായത്തിൽ ഓരോ വാർഡിലും A to Z, അതായത് മുഴുവൻ സ്ഥലത്തേക്കും പവിഴം ഹോൾസെയിലായിട്ടും മിനി ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പ്രത്യേകിച്ച് കേരളത്തിൽ കാസർഗോഡ് പാഠശാല വരെ 24,000 കടകളിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തുന്നുണ്ട്. 50ഓളം പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞത് പവിഴം അരി തന്നെ 25 ഐറ്റമുണ്ട്. പവിഴം മട്ടയരി ഉണ്ട, പവിഴം വടിയരി, പവിഴം കുറുവി അരി, പവിഴം ജയ അരി, RNR പലഹാരത്തിനുള്ള അരികൾ, പിന്നെ പവിഴം സിംഗിൾ മട്ട, പവിഴം മട്ടപ്പച്ചരി, പിന്നെ തവിട് കളയാത്ത റോബിൻ ഫുഡ് എന്ന് പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള റോബിൻ ഫുഡ് എന്ന് പറഞ്ഞ ഒരരി അത്, പിന്നെ പൊടിയരി, പിന്നെ ആട്ട, മൈദ, റവ, വെളിച്ചെണ്ണ, തവിടെണ്ണ, ഓയിലുകൾ മുഴുവൻ ഒത്തിരി ഐറ്റംസ്. ഇപ്പോൾ ഈ ഓണത്തിന് വേണ്ടി തന്നെ ഏതാണ്ട് ഒരു 200 കോടി രൂപയുടെ അരി ഉൽപ്പന്നം. പുട്ടുപൊടി, അപ്പം പൊടി, അവല് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അവല് ഒരു 30 ടൺ ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ചു മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പുട്ടുപൊടി ഒരു 10 ടൺ ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മറന്നുപോയി കറി പൗഡർ, പവിഴം കുക്ക് ഓഫ് കറി പൗഡർ എന്ന് പറഞ്ഞ കറി പൗഡർ, അത് 20ഓളം ഐറ്റം ഉണ്ട്. അപ്പം അങ്ങനെ ഒരു 70-75 പവിഴം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കാസർഗോഡ് ടു പാഠശാല വരെ റീറ്റെയിലായിട്ടും ഇന്ത്യയിലെ പല സ്റ്റേറ്റിലായിട്ട് ഡീലർഷിപ്പ്. പിന്നെ ഞാൻ പറയില്ലേ, ദുബായിൽ നമ്മൾ ലുലുവിനാണ് കൊടുത്തത് ഏജൻസി. പിന്നെ എല്ലാ രാജ്യത്തും കംപ്ലീറ്റ് അമേരിക്ക തൊട്ട് കാനഡ, ഓസ്ട്രേലിയ, എല്ലാവരും മലയാളി എവിടെയുണ്ടോ അവിടെ പവിഴം ഉണ്ടാവും.
ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്കുണ്ട്. അരിയിലുണ്ട്, കറി പൗഡേഴ്സ് അല്ലെങ്കിൽ മസാല ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോമ്പറ്റേറ്റേഴ്സും ഉണ്ട്. എങ്ങനെയാണ് കോമ്പറ്റേറ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സെഗ്മെന്റ് നോക്കിക്കാണുന്നത്? പവിഴത്തിന് കോമ്പറ്റേറ്റർ ഇതുവരെ ഇല്ല. ഇതുവരെ പവിഴത്തിന് ഒരു കോമ്പറ്റേറ്ററേ ഇല്ല. പവിഴം തന്നെയാണ് കോമ്പറ്റേറ്റർ ആണ്. ഓക്കെ. അപ്പോൾ അപ്ഡേഷൻസ് വരുന്നത് ഈ പറയുന്ന പോലെ ഓരോ സമയത്തും ആവശ്യമായ രീതിയിൽ അപ്ഡേഷൻസ് ആണ് ആവശ്യം. നമുക്ക് ബ്രാൻഡ് ക്ലിക്കായില്ലോ. അതെ. അപ്പം ജനങ്ങൾ ഈ പവിഴം നെഞ്ചിലേറ്റിയിട്ട് ഏതാണ്ട് 33 വർഷം കഴിഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇനി മാക്സിമം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി സർവീസ്, ക്വാളിറ്റി, റേറ്റ്, ഇത് മൂന്നും ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. അതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. സർവീസ്, റേറ്റ്, ക്വാളിറ്റി, ഇത് മൂന്ന് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇറക്കുള്ളൂ. വില എപ്പോഴും നമ്മുടെ വില എപ്പോഴും കൂടുതൽ ഉണ്ടാവില്ല, കുറവായിരിക്കും. സർവീസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു ചാക്ക് അരി എത്തണമെന്ന് ഒരു ഫോൺ കോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, അവിടെ സാധനം എത്തും. ഓൺലൈനിലേക്ക് ആയിട്ടില്ല, എന്നാലും അതുവരെ നമ്മൾ എത്താനുള്ള ശ്രമത്തിലാണ്. അതെ, പുതിയ പാത മീൻസ് അപ്ഡേഷൻസിലോട്ട് പോവുകയാണ്, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത്? കാരണം ഇത്രയും വർഷമായിട്ടും മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങളെ ഉൾക്കൊണ്ടില്ലെങ്കിൽ ബിസിനസ് വിജയിക്കില്ല. മാറ്റങ്ങൾക്ക് എല്ലാം നമ്മൾ തയ്യാറാവണം. ടെക്നോളജി കൊണ്ടുവരികയും അത് ഡെവലപ്പ് ചെയ്യുകയും പുതിയ മെഷീനറികൾ ഫിറ്റ് ചെയ്യുകയും എളുപ്പമാർഗ്ഗങ്ങളിൽ കൂടെയുള്ള സംവിധാനങ്ങൾ, ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള മെഷീനറി വാങ്ങുക, ഏറ്റവും ക്വാളിറ്റിയുള്ള നെല്ല് വാങ്ങുക, പിന്നെ ജോലിക്കാർക്ക് അവർക്ക് വേണ്ടതായ രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല ഒരു 200 ഒരു 10-300 നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറേ തൊഴിലാളികളുണ്ട്, സ്റ്റാഫുകളും. അവരാണ് ഇത് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ സ്ട്രോങ് ഒരു 20 കൊല്ലം, 15 കൊല്ലം, 25 കൊല്ലമൊക്കെ ആയ 250 തൊഴിലാളികളും സ്റ്റാഫും കൂടെ കൂടി ഒരു പവിഴത്തിനൊരു സ്ട്രോങ് വിങ് ഉണ്ട്. അവരാണ് ഇതിൻ്റെ ചങ്ക്, അവരാണ് ഇതിൻ്റെ ആർട്ട്, അവരാണ് ഇതിൻ്റെ എല്ലാം. ആ ഒരു ഡെഡിക്കേഷനോട് കൂടെ നിൽക്കുന്ന ആൾക്കാർ. അതെ, അവർ നല്ല ഉറച്ച പിൻബലമാണ് പവിഴത്തിന് തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് എന്ത് അപ്ഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പറ്റും. ഒരു കാര്യം നടത്തണമെന്ന് നമ്മുടെ മക്കളെ ഒന്ന് പറഞ്ഞാണ്ടല്ലോ, അവർ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ കൊണ്ട് തീർക്കും. അങ്ങനത്തെ ചുണക്കൊട്ടന്മാരാണ് പവിഴത്തിനോട്. ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതിനും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പം അതിൽ ഇപ്പം സാർ എടുക്കുന്ന ഡിസിഷൻസ്, അത് എത്രത്തോളം നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എത്രത്തോളം അത് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത്, എസ്പെഷ്യലി ഇത് പുതിയ ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഈ ബിസിനസ്സിൽ ഇപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് ഇങ്ങോട്ട് 45-50 കൊല്ലം പിന്നിട്ടത്. തുടങ്ങുമ്പോൾ തന്നെ ഈ പവിഴം ബ്രാൻഡ് 93 തുടങ്ങിയ അന്ന് തന്നെ അവിടെ ലോറിയിൽ നെല്ല് വരാൻ തുടങ്ങിയതിന് മുന്നേ മെഷീനറി ഇറക്കണ സമയത്ത്, മെഷീനറി ഇറക്കാൻ ആദ്യത്തെ ലോഡ് വന്ന സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള യൂണിയൻ ഒരു 4 യൂണിയൻകാരും ഇങ്ങോട്ട് വന്നു. ഒരു 50-60 പേര് ഞങ്ങൾ യൂണിയൻകാരാണ്, നെല്ലിറക്കുള്ളൂ അല്ലെങ്കിൽ മെഷീനറി ഇറക്കുള്ളൂ, ഇവിടെ എന്ത് ഇറക്കിയാലും കയറ്റിയാലും ഞങ്ങളെ ചെയ്യുള്ളൂ. ഞങ്ങൾ കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കേരള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എല്ലാം കൂടെ കൂടി ഒരു 3-4 സംഘടനയിലെ ഒരു 100 ചില്ലാൻ പേരും കൂടി വന്നു. വണ്ടി അകത്തേക്ക് കയറിയപ്പോൾ അവർ തടഞ്ഞു. മിഷണറി ആദ്യത്തെ തുടക്കം തന്നെ തടഞ്ഞു. ഇവിടെ ഇങ്ങനെ മിഷണറി ഒന്നും കൊണ്ടുവരാൻ പാടില്ല, ഞങ്ങളോട് ചോദിച്ചിട്ട് വേണം, ഞങ്ങൾ പറയണ കൂലി തന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞു. സംഗതി പണി പാളിയിലോ എന്ന് വിചാരിച്ചു. മനസ്സിന് ഭയങ്കര വിഷമം തോന്നി. നമ്മൾ വളരെ പാടുപെട്ട് ഫാദർ 5 ഏക്കർ സ്ഥലവും മേടിച്ച് 1-2 ഏക്കറിലൊരു മോഡേൺ റൈസ് മില്ല് സ്ഥാപിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഈ മിഷണറിയുടെ കുറച്ച് പാട്ട് അയച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും തന്നെ തടഞ്ഞു. 5 യൂണിയനാണ്, ഒരു 100 ചില്ലാൻ പേരുണ്ട്. അവർ ഭയങ്കര രാഷ്ട്രീയ സ്വാധീനം അവർക്ക് നന്നായിട്ടുണ്ട്. അവിടെ ഒരു 4-5 കുടിൽ പോലെ വെച്ച് കെട്ടിയിട്ടുണ്ടായി ഈ കമ്പനി പണിയുന്നതിൻ്റെ സമരപ്പന്തൽ പോലെ. അപ്പോൾ അവർ നേരത്തെ തന്നെ ഇത് തടഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി തിരിച്ചു വിട്ടു. ഇതിൻ്റെ പിറ്റേ ദിവസം രാത്രി തന്നെ അവർ 5 കുടിൽ കെട്ടി. അപ്പോൾ ആ കുടിലുകൾ ഒരാഴ്ചക്കുള്ളിൽ അതൊക്കെ പൊളിച്ചു മാറ്റി 100 മീറ്റർ അപ്പുറം മാറ്റിക്കൊള്ളണമെന്ന് ഓർഡർ ഹൈക്കോടതിയിൽ നിന്ന് ഇട്ടു. പോലീസിനോടും പറഞ്ഞു.
ഇവർക്ക് വേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. അന്ന് ഞാൻ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നെല്ലുവണ്ടി ഈ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡറൊക്കെ മേടിച്ചിങ്ങനെ നെല്ലുവണ്ടി വന്നപ്പോൾ ഇവരൊരു 100 പേരൊന്ന് തടഞ്ഞു. തടഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് എല്ലാവരെയും മാറ്റി ആ വണ്ടി അന്ന് ഒരു പ്രകാരത്തിന് ഇറക്കി. പിന്നെ അവർ 10-100 പേര് കൂടി പറഞ്ഞു എൻ്റെ തല കാണില്ല, തല വെട്ടി മാറ്റി ഞങ്ങൾ മതിലുമ്മ വയ്ക്കും, റോട്ടിലിടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. അത്യാവശ്യം എനിക്കും ഒരു 10-50 പേരൊക്കെ അന്ന് എൻ്റെ ചെറുപ്പമാണ്. 93 എന്ന് പറയുമ്പോൾ 33 വയസ്സ് കുറയും. 67 33 കുറച്ച് എത്രയുണ്ട്? ചെറിയ നല്ല 30 വയസ്സ് ഉഷാറ് പ്രപ്പല്ല. 34 വയസ്സ് 34-33 വയസ്സിലാണ്. ആ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ നല്ല ഒരു ആവേശം കൊള്ളുന്ന പ്രായം. എൻ്റെയും കൂടെയും കുറേ ശില്പന്തികളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ ജീപ്പിൽ ഞാൻ എന്ന് വെച്ചാൽ അത്യാവശ്യം സെറ്റപ്പോട് കൂടി ഈ തല വെട്ടാൻ തന്നെ ആരാന്ന് വെച്ചാൽ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ടും കൽപ്പിച്ചാണ്ട് ഇറങ്ങി. പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെല്ലും വണ്ടി വരാൻ പറഞ്ഞു, പോലീസ് വണ്ടി പുറകിൽ വീണ്ടും എൻ്റെ സംഘവും ഞാനും ഒരു വണ്ടിയിൽ വേറെ. കാഴ്ചക്കാർ ജനങ്ങളെ ആൾക്കാർ നോക്കി നിൽക്കുന്നു. ആ 2 ലോറി നെല്ല് നേരെ അവിടെ ഗേറ്റ് തുറന്നകത്ത് കയറി. ഒരാളും തടഞ്ഞില്ല. എൻ്റെ പണിക്കാരാ നെല്ലിറക്കി. അതോടുകൂടി യൂണിയൻ അവിടെ ക്ലോസായി. ഇവർ നേതാക്കന്മാരുടെ അടുത്ത് ചെന്നു. ഇവർ പറഞ്ഞു ആ ചേട്ടന്മാർ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. അവർ ഹൈക്കോടതിയിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് റൈസ് മില്ലുകളിൽ യൂണിയനില്ലാത്ത ആദ്യത്തെ റൈസ് മില്ലാണ് ഞങ്ങളുടെ. അന്ന് എല്ലാ റൈസ് മില്ലുകളിലും യൂണിയനാണ് നെല്ലിറക്കുന്നത്, അരി എട്ടി വയ്ക്കുന്നത്. ആദ്യത്തെ റൈസ് മില്ല് 93-ൽ ഞങ്ങൾ ഈ യൂണിയനില്ലാതെ സ്വന്തം ജോലിക്കാരെ വെച്ച് ജോലി ചെയ്ത് തുടങ്ങിയത് അന്ന് ആ 93-ൽ. അതും പൊരുതി നിന്നത്. അല്ല, ഇപ്പൊ തോൽക്കാൻ തയ്യാറല്ല, ഇമ്മണി കണ്ട് അങ്ങനെ പേടിക്കുന്ന ആളല്ല ജോർജ് എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അതെ, അതിനൊന്നും ഒരു മാറ്റമില്ല, പേടിയുമില്ല. കഴുത്ത് കളയുമെന്നൊക്കെ പറഞ്ഞെങ്കിലും എങ്ങനെയാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യണം? ഞാനിപ്പം കഴുത്ത് കളയാന്നുള്ള അന്നത്തെ ഒരു ഇതാണ്. ഇന്ന് ഇപ്പം ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഒരുപാട് തരത്തിലുള്ള ഇതുപോലത്തെ വെല്ലുവിളികൾ വരും. നമുക്കന്ന് വന്നത് ഈ ഒരു രൂപത്തിലായിരുന്നു, ഇന്നിപ്പം ആളുകൾക്ക് വരുന്ന മറ്റു പല രീതിയിലൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത്, കാരണം തോൽക്കാൻ തയ്യാറല്ല, പൊരുതി ജയിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ജയിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങാമെന്ന് വിചാരിക്കുക. അരിയെന്ന് തന്നെയല്ല, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ ചെയ്യാൻ പോണ തൊഴിലിനോട് ഒരു ആത്മാർത്ഥത അപ്പം തന്നെ സ്ട്രോങ് ആയിട്ട് എടുത്തിരിക്കണം. തൊഴിൽ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് വരെ എത്തിക്കും, ഇത്ര രൂപയുടെ ടേൺ ഓവർ, ഇത്ര തൊഴിലാളി, ഇത്ര ലാഭം കിട്ടിയില്ലെങ്കിലും ഞാനത് ഇത് കൊണ്ടുപോകും. രാഷ്ട്രീയക്കാരുടെയോ സമുദായക്കാരുടെയോ തൊഴിലാളികളുടെയോ സമരങ്ങൾ വന്നാലും ഞാൻ അതിനെ അതിജീവിക്കും, ഞാൻ തളരില്ല എന്നുള്ള ഒരു ആത്മധൈര്യത്തോടെയും ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കും. പലർക്കും പേടിയാണ് കേരളത്തിൽ വ്യവസായം ചെയ്യാൻ. അവിടെ ജോർജിന് ഒരു പേടിയില്ല. പേടിക്കേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് കേരളത്തിൽ? എന്തിനു പേടിക്കണേ? കേരളത്തിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ നല്ല സാഹചര്യമാണ്, നല്ല സന്ദർഭമാണ്. ഇപ്പോൾ ഗവൺമെൻറ് നല്ല സപ്പോർട്ടാണ്, ഒരു സംശയമില്ല. ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരമില്ല. തൊഴിലാളികളുടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് എന്നാലും നമ്മൾ ആ തൊഴിലാളിയെ എങ്ങനെ സ്നേഹിക്കുന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ബാങ്ക്, നല്ല വ്യവസായികൾക്ക് ബാങ്ക് മാന്യമായ രീതിയിൽ ലോൺ തരാൻ തയ്യാറാണ്. പണ്ടതൊന്നും ഇല്ലായിരുന്നു. കറണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ കറണ്ടിനൊക്കെ അപേക്ഷിച്ച ഒരു 3 മാസത്തിനകം കമ്പനി തുടങ്ങാം. ആ പണ്ടൊക്കെ ആണെങ്കിൽ 2 കൊല്ലം പിടിക്കും ഒരു യൂണിറ്റ് തുടങ്ങാൻ കറണ്ട് കിട്ടാൻ. പല രീതിയിലും ഗവൺമെൻറ് ഭയങ്കര സപ്പോർട്ടാണ് വ്യവസായങ്ങൾക്ക്. ഇപ്പോൾ വ്യവസായം തുടങ്ങുന്നവർക്ക് സുഖമാണ്. കെ ഷിഫ്റ്റിൽ ഒരു അപേക്ഷ കൊടുത്ത പോലെ. പണ്ട് ലൈസൻസ് കിട്ടിയിട്ടല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ, ഇപ്പോൾ അങ്ങനെയല്ലോ. 100 കോടിയുടെ വ്യവസായം തുടങ്ങണമെങ്കിലും കെ ഷിഫ്റ്റിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് കമ്പ്യൂട്ടറിൽ ഒരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ തുടങ്ങാമല്ലോ. ആർക്കും ഒന്നും ചെയ്യാൻ വ്യവസായ വകുപ്പ് ഭയങ്കര സപ്പോർട്ടാണ്. അതിൽ ശ്രീ പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം വളരെ ലിബറലായിട്ട് ഈ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങി
ഒരു വ്യവസായിയുടെ ആവശ്യം പറഞ്ഞ് ഒരു ബുദ്ധിമുട്ടാണ് എന്നതാന്ന് പറഞ്ഞ പുള്ളി അപ്പം ഇടപെടും. വ്യവസായികൾക്കുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട് ആളുകളുടെ ഇടയിൽ? ഇപ്പം നമ്മൾ പറയുമ്പം ഒരു മുതലാളി അതല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട് ആണെങ്കിൽ. ഇപ്പം എങ്ങനെയാണ് ഒരു റെസ്പെക്റ്റ് ആണ്? പണ്ടാണെങ്കിലും ഇപ്പം ആണെങ്കിലും ഒരു വ്യവസായിയെ കാണുന്നത് ഒരു ഭൂക്ഷ, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ അടിച്ചു മാറ്റുന്നു, പാവങ്ങളെ പിഴിയുന്നു, തൊഴിലാളികളെ ഞെരുക്കുന്നു, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഊർജം ഊറ്റുന്നു, അല്ലെങ്കിൽ എന്ത് പറയാ ഒരു വൃത്തികെട്ട ആളുകളാണെന്നുള്ള രീതിയിലാണ് ഈ ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. എന്നാൽ ഒരു 1000 ടൺ നെല്ല് പണിത് അരിയാക്കി ഇന്ത്യ ഒട്ടുക്കും നല്ല സർവീസ് നടത്തി ആയിരങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തി എന്നുള്ള ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടിയതായിട്ടില്ല. ഒരു അഭിനന്ദനവും പോലും കിട്ടിയിട്ടില്ല. എന്തോരമൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ മാക്സിമം കിട്ടുന്ന അവസരം ഉപദ്രവിക്കാൻ വല്ല മാർഗം കൊണ്ടുവന്നു പോകും. അത് ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയല്ല, ഇന്ത്യയിലെ ജനത്തിൻ്റെ ഒരു രീതി അതാണ്. വളരുന്നവനെ എപ്പോഴും തളർത്താൻ നോക്കും. വളരാതിരുന്ന ഒരു കുഴപ്പമില്ല. അപ്പൊ തളർത്തുന്നുണ്ടെങ്കിൽ തളർത്താൻ നോക്കുമ്പോൾ നമ്മൾ അതിന് വഴിപ്പെട്ട് നിൽക്കരുത്. നമ്മൾ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് അതിനെ തടയിടണം. പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ കാണുന്ന ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കും പ്രതികരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കറക്റ്റായിട്ട് പ്രതികരിച്ചിരുന്നെങ്കിൽ അതിനുള്ളൊരു കറക്റ്റ് സൊല്യൂഷൻ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം കൂടിയാണ് ഈ ഇൻ്റർവ്യൂവിലൂടെ കിട്ടുന്നത്. തീർച്ചയായിട്ടും എനിവൈസ് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ഇൻ്റർവ്യൂവിനെ ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും എന്താ പറയുക, ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് വെറുതെ ഒരു ബിസിനസ് തുടങ്ങുന്നതല്ല, പകരം ഈ പറയുന്നത് പോലെ നമ്മൾ അധ്വാനിച്ച് അതിന് എത്തേണ്ടടുത്ത് എത്തും. നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് ദൃഢനിശ്ചയം വേണം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്യത്തിനെ ദൃഢനിശ്ചയത്തോടു കൂടെ തന്നെ അതിനെ നോക്കിക്കണ്ട് അതിന് പൊരുതി ഈ പറയുന്ന പോലെ ഇടക്ക് വെച്ച് നിർത്തരുത് എന്നുള്ള ഒരു അതെ ഇടക്ക് വെച്ച് അല്ല ഇടക്ക് വെച്ച് നിർത്തരുത്. സമരം എന്ന് പറയുന്നത് തുടക്കം തൊട്ടുണ്ടായത് ഇപ്പോഴും സമരമാണ്. പിന്നെ പക്ഷെ നെവർ മൈൻഡ്, ഞാൻ മൈൻഡ് ചെയ്യണില്ല. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ഓൺട്രപ്രണറിനെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ശരിക്കും പവിഴം എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ അരി അല്ലെങ്കിൽ നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾ എന്നുള്ളതായിരുന്നു. പക്ഷെ അതല്ല, അതിലുപരിയായിട്ട് പൊരുതി നേടിയൊരു വിജയം. ഈ പറയുന്ന പോലെ വഴിയിൽ നിൽക്കാതെ അല്ലെങ്കിൽ ഈ തോൽവി എന്ന് പറയുന്ന ഒരു വേർഡിനെ ജയം എന്ന് മാറ്റിയ ഒരു വ്യക്തി കൂടിയാണ് ജോർജ് സാർ. ശരിക്കും ഒരുപാട് ഇത് കാണുന്ന ആളുകൾക്ക് മോട്ടിവേറ്റഡ് ആക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനുമുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും. എനിവേസ് താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.